പുൽപ്പള്ളി ദേവർഗദ്ദ ഉന്നതിയിലെ മാരനെ കൊന്ന കടുവ കൂട്ടിലായതോടെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ 20-ാം തീയതി ശനിയാഴ്ചയാണ് മാരനെ കടുവ കൊന്നത്. മാരനെ കടുവ കൊന്നത് മുതൽ കഴിഞ്ഞ 6 ദിവസമായി വണ്ടിക്കടവ്, കന്നാരപ്പുഴ, ചെട്ടിമറ്റം മേഖലകളിലെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലായിരുന്നു. കടുവ കൂട്ടിലായതോടെ പാതി ആശ്വാസത്തിലാണ് നാട്ടുകാർ. ഇപ്പോൾ കടുവയുള്ളത് കുപ്പ്യാടിയിലെ ഹോസ്പേസിലാണുള്ളത്. അതിനെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. നരഭോജി കടുവ തന്നെയാണ് പിടികൂടിയിരിക്കുന്നതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരുപാട് ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അഹോരാത്രം പ്രവർത്തിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അവരോട് കടപ്പാടുണ്ട്. മാരനെ കൊന്ന കടുവ കൂട്ടിലായെങ്കിലും മേഖലയിൽ കൂടുതൽ കടുവകളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രദേശത്തെ ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഞങ്ങളുടെ ആശങ്കയ്ക്ക് ഇതുവരെ ഒരു പരിഹാരം ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടുവയുടെ കൽപ്പാടല്ല കന്നാരമ്പുഴ ഭാഗത്ത് ഇന്നലെ കണ്ടെന്ന് പറയുന്നത്. നമ്മുടെ വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പുഴയോരത്ത് താമസിക്കുന്ന ആൾക്കാർ മുഴുവൻ ഈ കന്നുകാലി വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ തീരുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പശുക്കളെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യവും അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിലധികം കടുവകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഫോറസ്റ്റുകാർ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ സത്വരമായ ഒരു നടപടി ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് ഉടനടി വേണം. വയനാട് വിഷൻ, പുൽപ്പള്ളി.